സാമുദ്രിക്ക് എക്കാലവും പിന്തുണ നൽകിയ നാവിക ശക്തിയുടെ പ്രബലനായ ഒരു നെടുന്തൂണായ അധിപനായ കുഞ്ഞാലി മരക്കാരെ സാമൂതിരിയിൽ നിന്നും അകറ്റിയ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പങ്കുവയ്ക്കുന്നത്. പോർച്ചുഗീസുകാർ ചാലിയം കോട്ട പണിതപ്പോൾ അതിന് കൊച്ചി രാജാവിന്റെ പിന്തുണയുണ്ടായിരുന്നു. സാമൂതിരിയുടെ കൊച്ചിയിലേക്കുള്ള അധിനിവേശം ഈ കോട്ട തടയുമെന്ന് അവർ കരുതി. സാമൂതിരിയുടെ മൂക്കിൻ തുമ്പത്തുള്ള ഈ കോട്ട സാമൂതിരിക്ക് വലിയൊരു ഭീഷണിയായിരുന്നു. ശക്തമായ നാവിക സൈന്യമുള്ള പോർച്ചുഗീസുകാരെ നേരിടുവാൻ പട്ടുമരക്കാർ അഥവാ കുട്ടിപ്പോക്കരുടെ സഹായം സാമൂതിരി തേടുന്നു. കുഞ്ഞാലിയുടെ പടയെ സഹായിക്കുവാൻ മാപ്പിളമാരോട് ആവശ്യപ്പെടുന്ന ഫത്വ വരെ പള്ളിയിൽ നിന്നും പുറപ്പെടുവിച്ച രേഖ ഈ അടുത്ത കാലത്തായി കണ്ടെടുത്തിട്ടുണ്ട്. സാമൂതിരിയുടെ നായർപ്പടയും കുഞ്ഞാലിയുടെ മാപ്പിളപ്പടയും അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. പോർച്ചുഗീസുകാരെ സഹായിക്കുവാൻ കൊച്ചിയിൽ നിന്നും അയച്ച അരിയും സാധനങ്ങളെയും പടയാളികളെയും കടലിൽ വെച്ച് കുഞ്ഞാലിയുടെ നാവികപ്പട തടയുന്നു. ഗോവയിൽ നിന്നുള്ള പോർച്ചുഗീസുകാർക്കുള്ള സഹായവും അവർ കടലിൽ വെച്ച് തടയുന്നു. 1571 പിടിച്ചു നിൽക്കാനാകാതെ ഗത്യന്തരമില്ലാതെ കീഴടങ്ങിയ പോർച്ചുഗീസുകാരെ ചില നിബന്ധനകൾക്ക് വിധേയമായി സാമൂതിരി രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. മരക്കാരുടെയും മാപ്പിളമാരുടെയും സേവനത്തിന് പ്രത്യുപകാരം എന്ന നിലയ്ക്ക് പുതുപ്പട്ടണത്ത് ഒരു കോട്ട പണിയുവാൻ അനുവാദം ലഭിക്കുന്നു. ഇതാണ് മരക്കാർ കോട്ട. മരക്കാർക്ക് സാധാരണ ഒരു നായർ മുഖ്യന് നൽകുന്ന അതേ അധികാരങ്ങളും അവകാശങ്ങളും സാമൂതിരി അനുവദിച്ചു നൽകിയിരുന്നു. പിന്നീട് പുതിയ സാമൂതിരി ഭരണത്തിൽ വരുന്നതോടെ നയങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. പോർച്ചുഗീസ് ഗവർണറുടെ അമ്മാവനായ റൈ ഗോൺസാൽവസ് ഡി ക്യാമറ സാമൂതിരിയുമായി പല പ്രാവശ്യം സന്ധി സംഭാഷണത്തിന് ശ്രമിക്കുകയും പൊന്നാനിയിൽ ഒരു കോട്ട പണിയുവാനുള്ള അനുവാദം നേടിയെടുക്കുകയും ചെയ്തു. കുഞ്ഞാലിക്ക് ഇത് ഇഷ്ടമായില്ല. 1589 പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി യുദ്ധം ചെയ്ത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നു. കുഞ്ഞാലിയുടെ മരുമകനായ കോജ മൂസ പോർച്ചുഗീസുകാരുമായുള്ള മറ്റൊരു യുദ്ധത്തിൽ വിജയിക്കുന്നു. ഈ 2 യുദ്ധങ്ങളിലെയും വിജയം കുഞ്ഞാലികളെ അറബിക്കടലിലെ ശക്തിയാക്കി മാറ്റുന്നു. 1595 40 വയസ്സുകാരനായ മുഹമ്മദ് മരക്കാർ അല്ലെങ്കിൽ കുഞ്ഞാലി നാലാമൻ പുതുപ്പട്ടണത്തിലെ മരക്കാർ കോട്ടയുടെ അധിപനായും സാമൂതിരിയുടെ നാവികപ്പടയുടെ അഡ്മിറലായും മാറുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള തുടർച്ചയായ വിജയവും അവകാശ അധികാരങ്ങളും മൂലം അദ്ദേഹം കൂടുതൽ അഹങ്കാരിയായി മാറി സാമൂതിരിയോടുള്ള വിധേയത്വം മറന്നുവത്രേ. സാമൂതിരിക്ക് മരക്കാരോട് വിരോധം പെട്ടെന്ന് വർദ്ധിക്കുവാനുണ്ടായ ചില കാരണങ്ങളാണ് ഇവിടെ ഇനി പറയുന്നത്. ഒന്നാമതായി, സാമൂതിരിയുടെ ഒരു ആനയുടെ വാൽ മുറിച്ച് ഒരു നായരെ അപമാനിച്ചു. രണ്ടാമതായി, ഒരു നായർ സ്ത്രീയെ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത് സഹോദരിയായി ദത്തെടുത്ത് വിവാഹം കഴിച്ചയച്ചു. പോർച്ചുഗീസുകാർ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചതായിട്ട് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നതുകൊണ്ട് കുഞ്ഞാലി കുടുംബത്തിൽ അനന്തരാവകാശികൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ദത്തെടുത്തത് എന്നാണ് ചില രേഖകൾ കാണുന്നത്. മൂന്നാമതായി, കോലത്തിരിയുടെ മന്ത്രിയായിരുന്നയാൾ കോലത്തിരിയുടെ സ്ഥലങ്ങൾ കൈവശമാക്കി അലി രാജാവായി കോലത്തിരിയെ ബുദ്ധിമുട്ടിച്ചതുപോലെ മരക്കാർ തന്നെയും എതിർക്കുമോ എന്ന് സാമൂതിരി ഭയപ്പെട്ടു. ഇതിനൊക്കെ പുറമെ മാപ്പിളമാരെ സംഘടിപ്പിച്ച് ഒരു മുസ്ലിം രാജ്യമുണ്ടാക്കാനുള്ള പുറപ്പാടാണ് മരക്കാർ ചെയ്യുന്നതെന്ന കിംവദന്തിയും പരന്നു. ഇതിനിടയ്ക്ക് പോർച്ചുഗീസുകാരെ സാമൂതിരിയിൽ നിന്നും അകറ്റുവാൻ കൊച്ചി രാജാവ് ചില കിംവദന്തികൾ പരത്തിയിരുന്നു. സാമൂതിരിയുടെ നാവിക ശക്തി മരക്കാറിലാണെന്ന് പോർച്ചുഗീസുകാർക്ക് നല്ലവണ്ണം ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് സാമൂതിരിയെയും മരക്കാരനെയും തെറ്റിക്കുവാൻ പരമാവധി പരിശ്രമങ്ങൾ പോർച്ചുഗീസുകാരുടെ ഭാഗത്തു നിന്നും തുടർന്നിരുന്നു. ഈ വക കാരണങ്ങൾ സാമൂതിരിയുമായും കുഞ്ഞാലി മരക്കാരുമായിട്ടുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും അവസാനം അതൊരു യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ പോർച്ചുഗീസുകാർ പരമാവധി മുതലെടുക്കുന്നു. അവർ സാമൂതിരിയുടെ പടയെ സഹായിക്കുന്നു. സാമൂതിരിയുടെ പടയുടെ കരയിൽ നിന്നുള്ള ആക്രമണവും കടലിലെ പോർച്ചുഗീസുകാരുടെ ആക്രമണവും കുറച്ചു ദിവസത്തേക്ക് മരക്കാർ പ്രതിരോധിച്ചെങ്കിലും കൂടെയുള്ളവരുടെ രക്ഷയെ കരുതി അദ്ദേഹം സാമൂതിരിക്ക് മുമ്പാകെ ഉടവാൾ വെച്ച് കീഴടങ്ങുകയാണ്. മധുരയിലെ നായക്ക് കുഞ്ഞാലി മരക്കാർക്ക് അഭയം കൊടുത്ത ഒരു കോട്ട രാമേശ്വരത്ത് പണിയുവാനുള്ള അനുവാദം നൽകിയിരുന്നെങ്കിലും കുഞ്ഞാലി മരക്കാർക്ക് രക്ഷപ്പെടാനായില്ല. ഉടവാൾ കൈമാറിയ ഉടൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തടവിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിക്കൽ തങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന മരക്കാരനോടുള്ള പോർച്ചുഗീസുകാരുടെ ധിക്കാരം നായർ പടയാളികൾക്ക് സഹിച്ചില്ലത്രേ. പോർച്ചുഗീസുകാർ ഇത് മുന്നിൽ കണ്ട് സാമൂതിരിക്കരികിൽ എല്ലാ ഒരുക്കങ്ങളോടെ നിലനിന്നിരുന്നതിനാൽ
സാമൂതിരിയുടെ തലയ്ക്ക് തോക്ക് ചൂണ്ടി നായർ പടയാളികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണത്രേ ഉണ്ടായത്. തലയിൽ കറുത്ത തോർത്ത് കെട്ടി കീഴ്പോട്ടാക്കി പിടിച്ച വാളുമായുള്ള കുഞ്ഞാലിയുടെ കീഴടങ്ങൾ ചരിത്രരേഖയിൽ വർണ്ണിച്ചിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും മുറിവേറ്റവരും അല്ലാത്തവരുമായ 400 പേരെ സാമൂതിരി വെറുതെ വിടുന്നത് കണ്ട പ്രതീക്ഷയിലാണത്രേ പോർച്ചുഗീസുകാർക്ക് കീഴടങ്ങാതെ കുഞ്ഞാലി സാമൂതിരിക്ക് മുൻപാകെ കീഴടങ്ങുന്നത്. കുഞ്ഞാലിയെ ഗോവയിലേക്ക് കൊണ്ടുപോയി ഒരു വിചാരണയും കൂടാതെ തലവെട്ടിക്കൊല്ലുവാൻ അവിടെ വെച്ച് അവർ തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഇതിന് തയ്യാറാകുന്നില്ല. അവസാന നിമിഷം വരെ പീഡിപ്പിച്ചെങ്കിലും അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചില്ല. ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ ഗില്ലറ്റിനിൽ അദ്ദേഹത്തിന്റെ തലയറ്റ് വീഴുന്നു. പഞ്ചിമിന്റെ ബീച്ചിൽ അദ്ദേഹത്തിന്റെ ശരീരം പ്രദർശിപ്പിച്ചു. ഉപ്പിൽ സൂക്ഷിച്ച തല കണ്ണൂരിലേക്ക് കൊണ്ടുവന്ന് ഒരു കമ്പിൽ നാട്ടി എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പ്രദർശിപ്പിച്ചു. സാമൂതിരിയും കുഞ്ഞാലിയുമായുള്ള തെറ്റിദ്ധാരണകൾ പരിഹരിക്കുവാൻ ആരും തയ്യാറാകാത്തതും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ രാജകീയ നിലപാടുകൾ മാറ്റിയതും കാരണം പിന്നീട് സാമൂതിരിക്ക് കടലിലെ ആധിപത്യത്തിന് സാധിച്ചില്ല. കുഞ്ഞാലി മരക്കാർ നാലാമനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഒരിക്കലും പരിപൂർണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി.